ഹലോ, ഗുഡ് ഈവനിങ്. യാത്രയ്ക്ക് പൊതിച്ചോറ് കരുതിയിട്ടുണ്ടോ? ജീവിതം ഒരു മഹായാത്രയാണ്. ജനനം മുതൽ മരണം വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ യാത്ര. യാത്രയിലുടനീളം നമ്മുടെ ശരീരത്തിൻ്റെ ആഹാര ആവശ്യങ്ങൾക്ക് വിപുലമായ ഒരു ഭക്ഷ്യശ്രേണിയുണ്ട്. ചോറും സദ്യയും നെയ്ച്ചോറും ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നീണ്ട ഭക്ഷ്യ വൈവിധ്യം. ഈ യാത്രയിൽ നമ്മെപ്പോലെ തന്നെ ആഹാരം ആവശ്യമുള്ള വേറൊരു കൂട്ടരു കൂടി നമ്മുടെ കൂടെയുണ്ട്. അവരാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങളും ജീവിത ചിലവുകളും. അവരും നമ്മെപ്പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്നാൽ അവരുടെ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ കഴിക്കുന്ന ചോറും അവർ കഴിക്കുന്ന ബിരിയാണിയും അവർ കഴിക്കുന്ന നെയ്ച്ചോറും അവർ കഴിക്കുന്ന സദ്യയും അവർ കഴിക്കുന്ന കുഴിമന്തിയും ഒന്നും നാം ഉണ്ടാക്കുന്നത് പോലെ അരി കൊണ്ട് ഉണ്ടാക്കുന്നവയല്ല. അതെല്ലാം വരുമാനം കൊണ്ട് ഉണ്ടാക്കുന്നവയാണ്. വരുമാനം എന്ന് പറഞ്ഞാൽ അത് ശമ്പളമോ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമോ അതുപോലെ കമ്മീഷനോ ആകാം. എന്തായാലും മധ്യവയസ്സ് വരെയുള്ള വരുമാനത്തിൻ്റെ ആ പുഷ്കല കാലഘട്ടത്തിൽ ഇതെല്ലാം നിഷ്പ്രയാസം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു രാത്രികാലം വരുന്നുണ്ട്. അതാണ് വാർദ്ധക്യകാലം. വാർദ്ധക്യകാലത്തിൻ്റെ മുഖമുദ്ര തന്നെ വരുമാന വരൾച്ചയും വരുമാനമില്ലായ്മയുമാണ്. എന്നാൽ ഏതു കാലഘട്ടത്തിലും, അത് വരുമാന വരൾച്ചയായാലും വരുമാനമില്ലായ്മയായാലും, നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവിത ചെലവുകൾക്കും നമ്മൾ ഭക്ഷണം കൊടുത്തേ തീരൂ. വരുമാനമില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവിത ചെലവുകൾക്കും ഇതുപോലെ ചോറും സദ്യയും ബിരിയാണിയും നെയ്ച്ചോറും കുഴിമന്തിയും ഒക്കെ കൊടുക്കുക? ഇവിടെയാണ് പൊതിച്ചോറുകൾ നമ്മുടെ സഹായത്തിനെത്തുക. നമ്മുടെ വരുമാനത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നമ്മൾ ഒരുക്കി വയ്ക്കുന്ന പൊതിച്ചോറുകളാണ് ഇവിടെ നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവിത ചെലവുകൾക്കും ഭക്ഷണം നൽകാൻ നമ്മെ സഹായിക്കാനായിട്ട് ഓടിയെത്തുക. നമ്മുടെ വരുമാനത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നമ്മൾ തൈ പത്ത് വെച്ചില്ലെങ്കിലും നമ്മൾ ധാരാളം പൊതിച്ചോറുകൾ ഉണ്ടാക്കി വെച്ചാൽ, നമ്മുടെ വാർദ്ധക്യകാലത്ത് പല്ലുമുറിയെ തിന്നാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും നമ്മുടെ ജീവിത ചിലവുകൾക്കും ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് അനായാസം സാധിക്കും. ഈ പൊതിച്ചോറുകളെയാണ് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നത് പെൻഷൻ. യാത്രയ്ക്ക് പൊതിച്ചോറ് കരുതിയിട്ടുണ്ടോ? ഇത് ജോസ് കാച്ചപ്പള്ളി. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക.